الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഏതാനും ഖുതുബകളിലായിക്കൊണ്ട് ഇസ്ലാം നമുക്ക് നിർബന്ധമാക്കിയ ആരാധനാ കർമ്മങ്ങൾ അഥവാ ഇസ്ലാം കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ച് വന്നിരുന്നത്. അള്ളാഹു നമുക്ക് ആരാധനാ കാര്യങ്ങൾ നിർബന്ധമാക്കിയത് മനുഷ്യരായ നമ്മെ സംസ്കരിക്കാനും നന്മയിൽ നിലനിർത്താനും വേണ്ടിയാണ് എന്നതാണ് ഓരോ ആരാധനാ കർമ്മത്തെക്കുറിച്ചും വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് അതാണ്. അതിൽ 4 ആരാധനാ കാര്യങ്ങൾ അല്ലെങ്കിൽ 4 ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അതിലൊക്കെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വിശദീകരിച്ചിട്ട് അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമസ്കാരത്തിൻ്റെയോ നോമ്പിൻ്റെയോ സക്കാത്തിൻ്റെ ഒന്നും വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. എന്തിനാ ആരാധനാ കർമ്മങ്ങൾ നമുക്ക് അള്ളാഹു നിർബന്ധമാക്കി, എന്താണ് നമുക്ക് അതുകൊണ്ട് ലഭിക്കേണ്ടുന്ന നേട്ടം എന്നുള്ള നിലക്ക് മാത്രമാണ് നമ്മൾ അത് വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇനി നമുക്ക് ഹജ്ജിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. എന്താണ് ഹജ്ജ്, എന്തിനാണ് ഹജ്ജ് എന്ന് ഓരോ വിശ്വാസിക്കും ബോധ്യപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ സാധാരണക്കാരായ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിമർശകരൊക്കെ പറയുന്നത് പോലെ കുറേ പണം അങ്ങോട്ട് തുലയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് മക്കത്തേക്ക് പോകുന്നു എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. എന്താണ് ഹജ്ജ്, എന്തിനാണ് ഹജ്ജ്, അള്ളാഹു എന്തിനാണ് അത് വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കിയത് എന്നൊക്കെ ബോധ്യപ്പെടുമ്പോൾ, അതുകൊണ്ടൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ അവിടെ ചെലവാക്കുന്ന പണത്തിന്റെ മഹത്വം മനസ്സിലാവുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അത് കേവലം ഒരു ടൂറായിട്ടോ അല്ലെങ്കിൽ അതിലും വലിയ നന്മകൾ വേറെ നാട്ടിൽ പലതും ചെയ്യാനുണ്ട് എന്ന് വിമർശകന്മാരൊക്കെ പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹു എന്തിനാണ് ഹജ്ജ് നിർബന്ധമാക്കിയത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ അള്ളാഹു നമ്മോട് പറയാണ്, ഈ നിങ്ങൾ ഹജ്ജ് കർമ്മത്തിന് പോകുന്നത് എങ്ങോട്ടാണ്? കഅബാലയത്തിലേക്കാണ്, മക്കയിലേക്കാണ്. ഹജ്ജ് ആ മക്കയുടെ പവിത്രതയായിട്ട് അല്ലെങ്കിൽ മഹത്വമായിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഹറമ മക്കത്ത യൗമ ഖൽഖിസ് സമാവാതി വൽ അർദ്. അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ പവിത്രമായി പ്രഖ്യാപിച്ച പ്രദേശമാണ് മക്ക രാജ്യം എന്ന്. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് സൃഷ്ടിക്കുന്നു, അവൻ ഉദ്ദേശിച്ചതിനെ തെരഞ്ഞെടുക്കുന്നു എന്നാ.
അത് നമുക്ക് എന്തിനു അങ്ങനെ ചോദിക്കാൻ അധികാരമില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാല് അള്ളാഹു കോടിക്കണക്കിന് ഗ്രഹങ്ങളെ സൃഷ്ടിച്ചു. അതിലൊന്ന് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ പച്ച പിടിച്ചതാക്കി, മറ്റൊന്ന് കത്തിജ്വലിച്ച് നിൽക്കുന്നതാക്കി, മറ്റൊന്ന് കണ്ണാടി പോലെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതാക്കി. എന്തിനു ചോദിച്ചാൽ നമുക്കറിയില്ല, അള്ളാന്റെ തീരുമാനമാണ്. ഇതുപോലെ അതാ അള്ളാഹ് പറഞ്ഞ ഇന്ന റബ്ബക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അള്ളാഹു അവൻ ഉദ്ദേശിച്ചതിനെ സൃഷ്ടിക്കുന്നു, അവൻ ഉദ്ദേശിച്ചതിനെ അവൻ ശ്രേഷ്ഠമായി തെരഞ്ഞെടുക്കുന്നു. അപ്പൊ ഭൂമി എന്തിന് മനുഷ്യർ ജീവിക്കാൻ പറ്റിയ രൂപത്തിൽ തെരഞ്ഞെടുത്തു നമുക്ക് ചോദിക്കാൻ പറ്റൂല. സൂര്യൻ എന്തിനിങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന രൂപത്തിലാക്കി നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അത് അള്ളാന്റെ തീരുമാനമാണ്. അതുപോലെ തന്നെ റബ്ബിന്റെ തീരുമാനമാണ് മക്ക രാജ്യത്തെ പവിത്രമായി തീരുമാനിച്ചിരിക്കുന്ന അള്ളാന്റെ തീരുമാനം. എന്നിട്ട് ആ മക്ക രാജ്യത്താണ് ഈ ഭൂമിയിൽ മനുഷ്യൻ നിർമ്മിച്ച ആദ്യത്തെ വീട്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ആദ്യമായിട്ട് ഒരു വീടുണ്ടാക്കിയത്. അത് കഅബ മക്കയിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ. ഇന്ന അവ്വല ബൈത്തിൻ, ലോകത്തെ ഏറ്റവും ആദ്യത്തെ വീട്, വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട, ലല്ലദീ ബിബക്കത മുബാറക, അത് അനുഗ്രഹീതമായ മക്ക രാജ്യത്തുള്ളതാണ്, വഹുദൽ ലിൽ ആലമീൻ, അത് ലോകർക്ക് ഹിദായത്തായി നിലകൊള്ളുന്നതാണ് എന്ന്. അപ്പോ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ പവിത്രമായി പ്രഖ്യാപിച്ച മക്ക രാജ്യത്ത് ഭൂമിയിൽ മനുഷ്യൻ ഏറ്റവും ആദ്യമായി നിർമ്മിച്ചിട്ടുള്ള ഭവനം അതാണ് കഅബാലയം. അത് ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തന്നെ മലക്കുകളാൽ സ്ഥാനം നിർണയിക്കപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ലോകത്ത് ഏറ്റവും ആദ്യം ഉണ്ടാക്കപ്പെട്ട വീട് ഭൂമിയിലെ ഏറ്റവും പവിത്രമായ സ്ഥലത്ത്. ഇനി അത് നമ്മളൊക്കെ മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പടുത്തുയർത്തിയെന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പടുത്തുയർത്തിയെന്ന് ഇന്ന് കാണുന്ന കഅബാലയത്തെ പടുത്തുയർത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആണ് എങ്കിൽ പോലും അത് ആദം നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് സ്ഥാനം നിർണയിക്കപ്പെട്ട് ഉണ്ടാക്കപ്പെട്ട കഅബാലയത്തിന്റെ തകർന്നടിഞ്ഞ അസ്ഥിവാരത്തിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പടുത്തുയർത്തിയത് എന്ന് വളരെ വ്യക്തമായിട്ട് ഖുർആൻ നമുക്ക് മനസ്സിലാവും. ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞു, വൈദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വൈദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്, ആ കഅബാലയത്തിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് പടുത്തുയർത്തിയ സന്ദർഭം, വഇസ്മാഈലു മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി. എന്നിട്ടോ അവർ പ്രാർത്ഥിച്ചു, അള്ളാഹുവിന്റെ കൽപ്പനയോടുകൂടി അവർ ചെയ്ത ആ കർമ്മം മുൻനിർത്തിക്കൊണ്ട് അവർ പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പൊ അവിടെ കഅബാലയത്തിന്റെ ഖവാഇദിൽ നിന്ന്, അതിന്റെ അസ്ഥിവാരത്തിൽ നിന്നാണ് പടുത്തുയർത്തിയതെന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചായി നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഇണയെ ഹാജറയെയും അതുപോലെ തന്നെ മകൻ ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ വതഖബ്ബൽ യുഖീമുസ് സ്വലാഹ്. അപ്പൊ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു, ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു, മിൻ ദുർരിയത്തി, എന്റെ സന്തതികളെ, ഇണയെയും സന്തതിയെയും താമസിപ്പിച്ചിരിക്കുന്നു, ബിവാദിൻ, ഒരു താഴ്വരയിൽ, ഗൈരി ദീ സറഇൻ, കൃഷികളില്ലാത്ത വിജനമായ ഒരു താഴ്വരയിൽ, ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പവിത്രമായ ഭവനത്തിന്റെ അടുക്കൽ. അവിടെ അന്ന് കഅബാലയല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ താമസിപ്പിക്കുമ്പോൾ കഅബാലയല്ല, പക്ഷെ നിന്റെ ഭവനത്തിന്റെ അടുക്കൽ എന്ന അള്ളാഹു ഖുർആനിൽ പറയുന്നത്. അപ്പൊ എന്നിട്ട് റബ്ബനാ യുഖീമുസ്സലാ, റബ്ബെ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടർന്ന് പറയണായത്. അപ്പൊ അവിടെയും ഇന്ദ ബൈതിക്കൽ മുഹറം, ഹാജറയെയും ഇസ്മായിലിനെയും താമസിപ്പിക്കുന്നത് കഅബാലയത്തിന്റെ അടുക്കലാണ് എന്ന് പറയുന്നു. അപ്പൊ അവിടെ കഅബാലയത്തിന്റെ സ്ഥാനത്തിന്റെ അടുക്കൽ, അന്ന് മുമ്പ് കഅബാലയം ഉണ്ടായിരുന്ന സ്ഥാനത്ത് എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി ആ കഅബാലയത്തിന്റെ തകർന്നടിഞ്ഞ അസ്ഥിവാരത്തിൽ നിന്ന്
എന്ന് പടുത്തുയർത്തി കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി, ജനങ്ങളോട് ഹജ്ജ് കൊണ്ട് വിളംബരം ചെയ്യുക. കഅബാലയം പടുത്തുയർത്തി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞ് കൽപ്പിച്ചതാ, ജനങ്ങളോട് ഹജ്ജ് കൊണ്ട് വിളംബരം ചെയ്യുക. റിജാലൻ, അവർ കാൽനടയായിക്കൊണ്ട് ഹജ്ജിന് അവിടേക്ക് വന്നുകൊള്ളും. വഅലാ കുല്ലി ളാമിരിൻ, അതുപോലെ തന്നെ മെലിഞ്ഞ ഒട്ടകങ്ങളിലായിക്കൊണ്ട് അവർ അവിടേക്ക് വന്നുകൊള്ളും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വളരെ വിദൂരമായ വഴികളിൽ നിന്ന് അവർ അവിടേക്ക് വന്നെത്തിക്കൊള്ളും. അതുകൊണ്ട് താങ്കൾ ജനങ്ങളോട് ഹജ്ജിന് വിളംബരം ചെയ്യുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് കഅബാലയത്തിന്റെ പണി പൂർത്തിയായ ശേഷം അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കൽപ്പന നിർവഹിച്ച അന്ന് മുതൽ ഇന്നേ വരെ ആ കഅബാലയത്തിന്റെ ഹജ്ജ് കർമ്മം നിലച്ചു പോയതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തിയത് മുതൽ അവിടെ മുതൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങുന്ന കാലത്തൊക്കെയും അവിടെ മുശ്രിക്കുകൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വർഷത്തിലും. അപ്പൊ ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ വിളംബരം നടത്തിയത് മുതൽ ഇന്നേ വരെ ആ ഹജ്ജ് നിലച്ചു പോകാത്ത നിലക്ക് തുടർന്നു വരുന്നതായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അവിടെ ഭാര്യയെയും മകനെയും ആ കഅബാലയത്തിന്റെ അടുക്കൽ താമസിപ്പിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ഫജ്അൽ അഫ്ഇദത്തം മിനന്നാസി തഹ്വി ഇലൈഹിം, ആളുകളുടെ മനസ്സിനെ അവരിലേക്ക് ചായ്വുള്ളതാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആ പ്രദേശത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ, എല്ലാ ഇനം ഫലവർഗ്ഗങ്ങളിൽ നിന്നും അവർക്ക് ഭക്ഷണം നൽകണം, അവർ നന്ദിയുള്ളവരാവാൻ വേണ്ടി എന്ന്. അപ്പൊ കഅബാലയം പടുത്തുയർത്തി കഴിഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ആളുകളുടെ മനസ്സിന് അങ്ങോട്ട് താല്പര്യമുള്ളതാക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പ്രദേശത്ത് പോയിട്ട് ഹജ്ജോ ഉംറയോ ചെയ്തു വരുന്ന ആളുകൾക്ക് പിന്നെയും അങ്ങോട്ട് പോകണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന രൂപത്തിൽ വിശ്വാസികളുടെ മനസ്സിനെ ആ പ്രദേശവുമായി ഇണക്കി അല്ലാഹു. ആ നിലക്ക് പവിത്രമായ പ്രദേശമാണ്. ഇപ്പൊ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ആദർശം നെഞ്ചേറ്റിക്കൊണ്ട് അത് പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളംബരം ചെയ്ത ഹജ്ജ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർവഹിച്ചിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങുന്ന കാലഘട്ടത്തിൽ കഅബാലയത്തിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നത് മുശ്രിക്കുകളുടെ കൈവശം അടുക്കലായിരുന്നു. മുശ്രിക്കുകളായിരുന്നു അത് നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി ഹിജ്റ എട്ടാമത്തെ വർഷം മക്ക വിജയിച്ചടക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും. ഹിജ്റ എട്ടാമത്തെ വർഷം മക്ക വിജയിച്ചടക്കി ആ വർഷം ഉംറ നിർവഹിച്ചുകൊണ്ട് തിരിച്ചുപോയി. തൊട്ടടുത്ത വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമീറായി നിശ്ചയിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മത്തിന് പറഞ്ഞേക്കുകയും എന്നിട്ട് മക്കയിലെ മുശ്രിക്കുകൾ നഗ്നരായിക്കൊണ്ടായിരുന്നു കഅബയെ തവാഫ് ചെയ്തത്. അത് നിർത്തലാക്കിക്കൊണ്ട് അതിന് വസ്ത്രരീതി ഇല്ലാതെ നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയും അതിന് പുറമെ മക്കയിലെ മുശ്രിക്കുകൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു, നീ അല്ലാതെ ഒരു ആരാധ്യനില്ല, നിനക്കൊരു പങ്കുകാരുമില്ല, എന്നാൽ ഒരു പങ്കുകാരൻ നിനക്കുണ്ട്. എങ്ങനെയുള്ളവരാണ് ആ പങ്കുകാര്? എന്തൊക്കെ കഴിവുകളും ശേഷികളും ഉണ്ടോ അതൊക്കെ നീ നൽകിയതാണ്. നീ നൽകിയതല്ലാത്ത ഒരു കഴിവും ശേഷിയില്ല, അത്തരത്തിലുള്ള പങ്കുകാരാണ് നിനക്കുള്ളത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്ത് നടത്തിയിരുന്നതെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അയച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൃത്യമായ തൽബിയത്ത് പഠിപ്പിച്ചു കൊടുത്തു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അങ്ങനെ തൗഹീദിന്റെ പൂർണ്ണമായ തൗഹീദിന്റെ മന്ത്രധ്വനികൾ ഉച്ചരിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഹിജ്റ 9-ാമത്തെ വർഷം, ഹിജ്റ 8-ാം വർഷം റസൂലുള്ളാഹി മക്ക വിജയിച്ചടക്കി. 9-ാമത്തെ വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് കർമ്മത്തിന് അയച്ച് നഗ്നമായി തവാഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ തൗഹീദിലെ ഹജ്ജിലെ എല്ലാ ശിർക്കിന്റെ ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വർഷം ഹജ്ജ് നിർവഹിച്ചു. അങ്ങനെ തൊട്ടടുത്ത ഹിജ്റ 10-ാമത്തെ വർഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു.
ഹിജ്റ 10-ാം വർഷം ദുൽഖഅദ് 25-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ എന്നിട്ട് മദീനയിൽ നിന്ന് വരുന്ന വഴികളിൽ പല വഴികളിലും എത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇതാ ഈ താഴ്വരയിലൂടെയാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഈ താഴ്വരയിലൂടെയാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഈ താഴ്വരയിലൂടെയാണ് യൂനുസ് നബി അലൈഹി സ്വലാം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വന്നിട്ടുള്ളത് എന്നിങ്ങനെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രദേശത്തും ഇങ്ങനെ ഓരോ പ്രവാചകന്മാർ കടന്നു വന്ന പ്രദേശത്തെത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളിൽ പലരും, സ്വർഗത്തിലേക്ക് മുന്നേറിയ അമ്പിയാക്കളിൽ പലരും, എല്ലാവരും എന്ന് പറയാൻ നമ്മുടെ അടുക്കൽ തെളിവുകളില്ല. എങ്ങനെ മഹാന്മാരായ അമ്പിയാക്കൾ ആദം നബിയാൽ ഉണ്ടാക്കപ്പെടുകയും മഹാന്മാരായ അമ്പിയാക്കൾ നിർവഹിച്ച ഹജ്ജ് കർമ്മം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ആദ്യവും അവസാനവുമായി ഒരൊറ്റ ഹജ്ജ് കർമ്മം ആ ദുൽഹിജ്ജ 10 ആ വർഷം റസൂലുള്ളാഹി ഹിജ്റ വർഷം 10-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിനടുത്ത് തൊട്ടടുത്ത വർഷം ദുൽഹിജ്ജ ഹിജ്റ വർഷം 11-ാമത്തെ വർഷം മുഹറം സഫർ റബീഉൽ അവ്വൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഇതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ ചരിത്രം. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു, മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു. ഒരാള് ഹജ്ജ് കർമ്മം നിർവഹിച്ചു, ഒരു അനാവശ്യവും ചെയ്തില്ല, ഒരു വൃത്തികേടുകളും ചെയ്യാതെ നിലക്ക് ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ പവിത്രമായിക്കൊണ്ട് പരിശുദ്ധനായിക്കൊണ്ടാണ് അവൻ മടങ്ങുന്നത്. മറ്റൊരു ഹദീസിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, അമാ അലിംത, നിനക്കറിയില്ലേ, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഇസ്ലാം അതിനു മുമ്പ് ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. ഒരാൾ മുസ്ലിം ആകുന്നതിന് മുമ്പ് ജീവിതത്തിൽ എന്തൊക്കെ ദുഷ്കർമ്മങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ ആ ദുഷ്കർമ്മങ്ങളൊക്കെ ഒരാൾ ഇസ്ലാമിൽ പ്രവേശിക്കുന്നതോടുകൂടെ ഇല്ലാതെയായി തീരുന്നു. അതുപോലെ തന്നെ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹ, ഒരു ഹിജ്റ, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരാളുടെ നാട്ടിലേക്ക് ഹിജ്റ പോവേണ്ടി വന്നാൽ അതിനു മുമ്പേ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തിന്മകളും അവനിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നു. അതുപോലെ തന്നെ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഒരു ഹജ്ജ് കർമ്മം ആത്മാർത്ഥമായ നിയ്യത്തോട് ഒരാൾ നിർവഹിക്കുന്നുവെങ്കിൽ അതിനു മുമ്പുള്ള എല്ലാ പാപങ്ങളും ഇല്ലാതെയായി പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അത് തന്നെയും ഹജ്ജ് കർമ്മത്തിന് പോകാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി ഈ ലക്ഷ്യം നേടിയെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ അത് നിയ്യത്താക്കേണ്ടത് തന്നെ എന്ന് പഠിപ്പിച്ചു. ഹജ്ജ് കർമ്മം നിയ്യത്താക്കേണ്ടത് തന്നെ ജീവിതത്തിൽ അതിനു മുമ്പ് എന്തൊക്കെ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടോ അതൊക്കെ പുറത്തു കിട്ടണം എന്ന നിയ്യത്തോടു കൂടി ആയിരിക്കണം. ആ നിയ്യത്തോടു കൂടി ആയിരിക്കണം അതിന് ഒരുക്കങ്ങൾ നടത്തേണ്ടത്, അതിനുള്ള യാത്രയുടെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്. ജീവിതത്തിൽ ആർക്കെങ്കിലും വല്ലതും വകവെച്ച് കൊടുക്കാനുണ്ടെങ്കിൽ, മറ്റേ ഹക്ക് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടുകയോ അല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കി വെക്കുകയോ ചെയ്യണം. അതുപോലെ തന്നെ ആരോടെങ്കിലും വല്ലതും ആക്രമം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പൊരുത്തപ്പെടിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കാണുകയും പൊരുത്തപ്പെടിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ പരിശുദ്ധനായി കൊണ്ടായിരിക്കണം ആ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ചുകൊണ്ട് തിരിച്ചു വരേണ്ടത് എന്ന നിയ്യത്തോടു കൂടി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഒരാൾക്ക് അതിനു മുമ്പ് ചെയ്തു പോയ എല്ലാ തിന്മകളും പൊറുക്കപ്പെട്ട നിലക്ക് പരിശുദ്ധനായി കൊണ്ട് തിരിച്ചു വരാൻ സാധിക്കും. അതാണ് അവിടെ ലക്ഷ്യങ്ങൾക്ക് പ്രസക്തിയില്ല, ലക്ഷ്യങ്ങളൊക്കെ ദുനിയാവിൽ നശിച്ചു പോകുന്നതാണ്. അപ്പൊ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ മഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം അത് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ പിന്നെ ലക്ഷ്യങ്ങൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ഈ ഇസ്ലാമിൻ വിമർശകർക്കോ അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്ത ആളുകൾക്കോ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നേരെ മറിച്ച് പരലോകം എന്നത് യാഥാർത്ഥ്യമാണ്, റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരിക എന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് മഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുത്തുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം നേടിയെടുത്തുകൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നത് എങ്കിൽ അതൊരു മനുഷ്യൻ ജീവിതത്തിൽ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. ആ നേട്ടമാണ് ഹജ്ജ് നമുക്ക് നേടിത്തരുന്നത് എന്ന ബോധത്തോടു കൂടി ആയിരിക്കണം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്.
അവിടെ നോക്കൂ നിങ്ങൾ, അവിടെ ഹജ്ജിന് ഒരുക്കം നടത്തുമ്പോ നിങ്ങൾക്ക് ഇടപാടുകളൊക്കെ തീർക്കണമെന്ന് പറഞ്ഞു. കഴിയുന്ന ഓർമ്മയുള്ള ഹക്കിടപാടുകളൊക്കെ തീർത്തുകൊണ്ടും, ഓർമ്മയുള്ള ആളുകൾ ആരെങ്കിലും നാവ് കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അത് കൈകൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിച്ചുകൊണ്ട് യാത്രക്ക് ഒരുങ്ങിക്കൊണ്ട്, യാത്രയിലെ ഓരോ സ്റ്റെപ്പിലും അള്ളാഹുവിനോട് പാപമോചനം നേടിക്കൊണ്ടും ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, റബ്ബേ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. എന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ ഒരുപാട് ധിക്കാരം പ്രവർത്തിച്ചു പോയിട്ടുണ്ട്, നിന്നോട് അനുസരണക്കേട് ഞാൻ കാണിച്ചു പോയിട്ടുണ്ട്. റബ്ബേ അതെല്ലാം എനിക്ക് പുറത്തു തരണം, നിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹജ്ജിലേക്ക് ഓരോ സ്റ്റെപ്പുകളും ഒരു വിശ്വാസി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്കുള്ള നിയ്യത്തോടു കൂടി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ആൾ, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അങ്ങനെ സ്വീകാര്യ യോഗ്യമായ ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. അപ്പൊ നമ്മൾ അവിടെ എത്ര ലക്ഷം ചെലവാക്കിയാൽ എന്താ? ജീവിതത്തിൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് അള്ളാഹുവിന്റെ പാപമോചനവും അള്ളാഹുവിന്റെ തൃപ്തിയും സ്വർഗലോകവും നേടിയെടുക്കാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ പിന്നെ അവിടെ ലക്ഷ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ഹജ്ജിനും ഉംറക്കും വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് ഉംറ നിർവഹിക്കുന്ന ആളുകളും ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ആളുകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട സംഘമാണ്. അവരവരോട് ദുആ ചെയ്താൽ അജാബഹും, അവർക്ക് അവർ ഉത്തരം നൽകും. അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവർക്ക് അള്ളാഹു പാപമോചനം നൽകും. ഇതിലപ്പുറം എന്ത് വേണം? ഇത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു ഔദാര്യമാണ്, റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ഔദാര്യവും കാരുണ്യവുമാണ്. നിങ്ങൾ ഈ കർമ്മം ഈ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ നിർവഹിച്ചാൽ നിങ്ങൾക്ക് പാപമോചനമുണ്ട്, നിങ്ങൾക്ക് എന്റെ തൃപ്തിയുണ്ട്, നിങ്ങൾക്ക് സ്വർഗലോകമുണ്ട്. അപ്പൊ ഈ നിലക്ക് ഹജ്ജിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുകയും ഹജ്ജിനെ കുറിച്ച് പഠിക്കുകയും ചെയ്യണം. ആ നിലക്ക് അള്ളാഹു അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി ഹസ്തമാക്കി യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തിനാണ് ഹജ്ജ് അള്ളാഹു നിർബന്ധമാക്കിയത് എന്ന ഭാഗം മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ, കർമ്മങ്ങളും രൂപങ്ങളും നമ്മൾ പറയേണ്ടതില്ല. പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ഹജ്ജ് പഠിപ്പിക്കുന്ന തൗഹീദിന്റെ സന്ദേശം, അതുപോലെ തന്നെ മനുഷ്യരിലുള്ള ഏകത്വം, എല്ലാ സൃഷ്ടികളും ഒരുപോലെയാണ് എന്ന വിശ്വാസം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാറുണ്ട്. നമ്മളെല്ലാ വർഷങ്ങളിലും ഹജ്ജിനോടനുബന്ധിച്ച ഖുതുബകൾ ഇതൊക്കെ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതുമാണ്. ഇൻഷാ അല്ലാഹ് അത് ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കുന്നതാണ്. ഇവിടെ ഇന്ന് പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന്റെ ഖുർആൻ അതുപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നമ്മോട് അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ച് പുലർത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഖുർആൻ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞ വൈൻ തുതീഉഹു തഹ്തദു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നുവെങ്കിൽ തഹ്തദു, നിങ്ങൾ സന്മാർഗ്ഗം പ്രാപിക്കും. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, ആ പ്രവാചകന്റെ മേൽ നിങ്ങൾക്ക് ഈ ദൗത്യം എത്തിച്ചു തരിക എന്നതല്ലാത്തൊരു ബാധ്യതയുമില്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾ സന്മാർഗ്ഗം പ്രാപിക്കും. അതുപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകി, താക്കീത് നൽകി, നിങ്ങൾ റസൂലിനെ പിന്തുടരണം
എന്ന് ഖുർആൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലിനെ പിന്തുടരുന്നതോടൊപ്പം നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാത്തതൊന്നും പിന്തുടരരുത് എന്നും പറഞ്ഞു. വഇയ്യാകും വൽ മുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. വൽ മുഹ്ദസാത്തിൽ ഉമൂർ, ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ദീന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്, അത് അള്ളാഹുവിന്റെ വഹിയാണ്. അതിൽ നമുക്ക് സംശയമുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ കൃത്യമായി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് പല കാര്യങ്ങളും. ഇപ്പൊ ഇന്ന് ഈ സോഷ്യൽ മീഡിയ വ്യാപകമായ കാലത്ത് എല്ലാ ഹുതുബകളും നമ്മൾ ശ്രദ്ധപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയ വ്യാപകമായ കാലത്ത് ദീനിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ആളുകളുടെ മനസ്സിൽ വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇസ്ലാമിൽ നിന്ന് ആളുകളെ അകറ്റുക, ഇസ്ലാം എന്നത് വളരെ കൃത്യമായി ഉപ്പ് വെള്ളത്തിലിട്ടാൽ ലയിക്കാത്തത് പോലെ കൃത്യമായ ഒരു സംസ്കാരമായി ആദർശമായി വേറിട്ട് നിൽക്കുന്നത്, അത് അതിന്റെ വളർച്ചയും പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പല നിലക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ മുസ്ലിം നാമധാരികളിൽ നിന്നും അല്ലാത്ത ആളുകളിൽ നിന്നൊക്കെ നമുക്ക് വ്യാപകമായി കേൾക്കാൻ സാധിക്കും. അത്തരത്തിലുണ്ടാകുന്ന സംശയങ്ങളൊക്കെ നമ്മൾ ദീന് അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിച്ച ആളുകളെ സമീപിച്ചുകൊണ്ട് അന്വേഷിച്ച് മനസ്സിലാക്കൽ നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകമായ ബാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദീനിന്റെ അതിന്റെ മഹത്വം, അതിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ആദർശത്തിന്റെ മേന്മ അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിക്കാണ്, ഇയ്യാകും വൽ മുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ സൂക്ഷിക്കണം. വഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, കാരണം ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. കാരണം അത് സർവജ്ഞനായ അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് ദീനിന്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അതിൽ ഒരു തകരാറും ഉണ്ടാവുകയില്ല, സമൂഹത്തിന് ഗുണകരമല്ലാത്തതൊന്നും ഉണ്ടാവുകയില്ല. അതിൽ നമുക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നമ്മൾ തീർക്കാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ദീനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് എന്താണോ റസൂലുള്ളാഹി പഠിപ്പിച്ച വിശ്വാസം, ആ വിശ്വാസം നമ്മൾ സ്വീകരിക്കണം. എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചാരങ്ങളായിട്ടും അനുഷ്ഠാനങ്ങളായും പഠിപ്പിച്ചത് അത് നമ്മൾ സ്വീകരിക്കണം. അതല്ലാത്തതൊന്നും നമുക്ക് ദീനിൽ സ്വീകരിക്കാൻ വകുപ്പില്ല. അത് ദീനിനെ നശിപ്പിക്കുന്നതാണ്. ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഏതായിരുന്നാലും ഇത് പ്രത്യേകമായി ശ്രദ്ധപ്പെടുത്താൻ കാരണം ഇത് റജബ് മാസമാണ്. ഈ റജബ് മാസം ജാഹിലിയ്യ കാലഘട്ടത്തിലെ ആളുകൾ പല നിലക്കുള്ള കർമ്മങ്ങൾ റജബിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആ പ്രത്യേകമായ കർമ്മങ്ങളൊക്കെ പല കർമ്മങ്ങളും ജാഹിലിയ്യ കാലത്തുള്ളത് അതില്ലാതെയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ റജബ് മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 മാസം പവിത്രമായ യുദ്ധം നിഷിദ്ധമായ പവിത്രമായ മാസങ്ങളാണ് 4 മാസങ്ങൾ എന്ന് പഠിപ്പിച്ചു. ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം, മുഹറം മാസം, 3 തുടർച്ചയായ മാസങ്ങൾ. അതുപോലെ തന്നെ റജബ് മാസം. അതില് പിന്നെ ഹജ്ജിന്റെ മാസത്തില് ഹജ്ജ് കർമ്മമുണ്ട് എന്നതല്ലാതെ മറ്റെന്തെങ്കിലും മുഹറം മാസത്തിൽ മുഹറം 9-നും 10-നും നോമ്പുണ്ട് എന്നതല്ലാതെ റജബ് മാസത്തിൽ എന്തെങ്കിലും ഒരു കർമ്മം പ്രത്യേകമായിട്ട് യുദ്ധം നിഷിദ്ധമാണ് എന്നതാണ്, പവിത്രമാക്കപ്പെട്ട മാസമാണ് എന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും ഒരു നോമ്പോ ഒരു നിസ്കാരമോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല ആചാരങ്ങൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും, കുല്ലു ഹദീസിൻ ഫീ ദിക്രി സിയാമി റജബിൻ, റജബിലെ നോമ്പിനെ കുറിച്ച് പറയുന്ന എല്ലാ ഹദീസുകളും, അതുപോലെ തന്നെ സ്വലാത്തിന് വഅദിൽ ലയാലി ഫീഹി, അതിന്റെ ആ റജബിന്റെ ചില പ്രത്യേക രാത്രികളിലെ പ്രത്യേക നിസ്കാരങ്ങളും അതൊക്കെ ആ വിഷയങ്ങളിൽ വന്ന ഹദീസുകളൊക്കെ ഫഹുവ കദിബുൻ മുഫ്തറ, കെട്ടിച്ചമച്ച കള്ള ഹദീസുകളാണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ നിലക്കുള്ള കർമ്മങ്ങൾ, ഇപ്പോ റജബ് 27 ആണ് മിഅ്റാജ് നടന്നത് എന്ന് പറഞ്ഞിട്ട് റജബ് 27 മിഅ്റാജ് നോമ്പ്, റജബ് 27 മിഅ്റാജ് നടന്നത് എന്ന് ഒരു ഹദീസിലും ഇല്ല. അപ്പൊ ചരിത്രം കൊണ്ട് സ്ഥിരപ്പെടുത്താനും കഴിയില്ല റജബ് 27 റസൂലിനോ സഹാബത്തിനോ അങ്ങനത്തെ റജബ് 27 ഒരു നോമ്പ് പരിചയമല്ല. അതുകൊണ്ട് പിൽക്കാലത്തുള്ള ആളുകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള അത്തരം കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടത് ബാധ്യത നമുക്കില്ല. ഇനി പവിത്രമായ ഒരു മാസമാണല്ലോ, അതിൽ ഞാൻ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കട്ടെ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ കർമ്മങ്ങൾ തന്നെ ധാരാളമായിട്ടുണ്ടല്ലോ. സുന്നത്തായ നോമ്പുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ദിക്റുകളുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി നിശ്ചയിച്ച നോമ്പുകളുണ്ട്. എല്ലാ മാസത്തിലെയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയിലെയും സുന്നത്ത് നോമ്പുകളുണ്ട്. അയ്യാമുൽ ബീദിൽ അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ പൂർണ്ണചന്ദ്രൻ ഉണ്ടാവുന്ന ദിവസങ്ങളിലെ നോമ്പുകൾ സുന്നത്തായി റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തുകൾ ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ വർദ്ധിപ്പിക്കുകയും കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യാം എന്നതല്ലാതെ റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു ഇബാദത്ത് ഒരു ദിവസത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ ഈ സലാത്തുർ റഗായിബ് എന്ന പേരിൽ 100 റക്അത്ത് നമസ്കാരം റജബ് 27 അത് ഹിജ്റ 400 ശേഷം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ ആ നാട്ടിലൊരു പണ്ഡിതൻ ഉണ്ടാക്കിയതാണ് എന്ന് ഷാഫി മദ്ഹബിലെ ഇമാമുകൾ അൽ ബാഇസ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ദീനിലില്ലാത്ത റസൂലുള്ള പഠിപ്പിക്കാത്ത സഹാബത്തിനും ഉത്തമ നൂറ്റാണ്ടുകാർക്കും പരിചയമില്ലാത്ത ഒരു വിശ്വാസവും ഒരു ആചാരവും അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. എന്നാൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സുന്നത്തുകൾ നമുക്ക് ഇഷ്ടം പോലെ വർദ്ധിപ്പിക്കാനുണ്ട്. അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അവന്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കി ആ നിലക്ക് പിന്തുടർന്നുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ ഓരോരുത്തരെ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാനോടും തൗബയോടും കൂടി മരിക്കുന്ന വിശ്വാസികളിൽ വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം റഹ്മാനെ. ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കണം റഹ്മാനെ. മരിക്കുന്നവരെ നീ ഈമാനോടും തൗബയോടും കൂടി മരിപ്പിക്കണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റബ്ബേ. നാഥ, ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. രണ്ട് ലോകത്തും നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.